തീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പവർ ഓഫ് പെന്തിക്കോസ്റ്റ്. പെന്തിക്കോസ്റ്റിന്റെ ശക്തി. വളരെ ആഴമായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പലപ്പോഴും പരിശുദ്ധാത്മാവെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വായിൽ വരുന്നത് ആരൊക്കെയോ ഇരുന്ന് ആർക്കും മനസ്സിലാകാത്ത ഏതാണ്ട് വാക്കുകളൊക്കെ പറയുന്നു. വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ എന്തൊക്കെയോ ഇവർ കിടന്ന് സംസാരിക്കുന്നു. ഇതാണ് പരിശുദ്ധാത്മാവെന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് ഇവിടെ കൊണ്ട് നിൽക്കുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശക്തിയെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് താല്പര്യപ്പെടുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ ഒറ്റ കാര്യമേ പഠിപ്പിച്ചുള്ളൂ. ഇന്ന് നമ്മുടെ സാധാരണ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ബൈബിൾ കോളേജിൽ പ്രസംഗിക്കാൻ പഠിപ്പിക്കും, ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് പഠിപ്പിക്കും. ഞാൻ കേട്ടിട്ടുള്ളത് ഓരോ മരിച്ചവരെ അടക്കുന്നത് ഫ്യൂണറൽ സർവീസ് എങ്ങനെയാണെന്നുള്ളവരെ പഠിപ്പിക്കും. ഒരു ശിശുവിനെ എങ്ങനെ പ്രതിഷ്ഠിക്കണമെന്നുള്ളത് പഠിപ്പിക്കും. കല്യാണം നടത്തുന്നത്, വിവാഹം നടത്തുന്നത് എങ്ങനെയാണെന്നവരെ പഠിപ്പിക്കും. ഭവനപ്രതിഷ്ഠ, ഇതുപോലെ പല കാര്യങ്ങൾ എങ്ങനെയാണെന്നവരെ പഠിപ്പിക്കും. എന്നാൽ യേശു ക്രിസ്തു തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ താൻ പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിച്ചില്ല. വിവാഹം നടത്തുന്നത് എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിച്ചില്ല. സ്നാന ശുശ്രൂഷ നടത്തുന്നത് എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിച്ചില്ല. യേശു ഒറ്റ കാര്യം അവരെ പഠിപ്പിച്ചുള്ളൂ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്ന സാരം, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ബാക്കി കാര്യമെല്ലാം നടക്കും. ഹല്ലേലൂയ. ദൈവസഭ, ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു. 40 ദിവസത്തിന് ശേഷം താൻ ഉയർത്ത് 40 ദിവസം കഴിഞ്ഞപ്പോൾ സ്വർഗ്ഗാരോഹണം ചെയ്തു. ശിഷ്യന്മാരും ഏകദേശം 120 പേര് കൂടി ഒറ്റ കാര്യമേ അവർ ചെയ്തുള്ളൂ, അവർ പ്രാർത്ഥിച്ചു പോയി. ഇത് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനെ വലിയ പ്രവൃത്തി കാണുവാൻ ഇടവരും. നിങ്ങൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 120 പേര് ചേർന്ന ഒരു സംഘം കൂടിയിരുന്നു. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായി കഴിഞ്ഞപ്പോൾ 2-ാം അധ്യായത്തിൽ അവസാന വാക്യത്തിൽ പറയുന്നു, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ 1-ാം അധ്യായത്തിൽ സംഘമായിരുന്ന സഭ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്തായി മാറി? സഭയായിട്ട് മാറി. എന്താ പറഞ്ഞ, സംഘമായിരുന്നവര് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അത് സഭയായിട്ട് മാറി. ഈ മാത്തിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിങ്ങനെയാണ് പറയുന്നത്, A+B = C. A+B = C. A = B, C - B. ഒരു പ്രോപ്പർട്ടിയാണ്, മാത്തിന്റെ ഒരു പ്രോപ്പർട്ടി. A+B = C means A = C - B. ഇത് പറഞ്ഞാൽ സംഘം പ്ലസ് പരിശുദ്ധാത്മാവ് സഭയാണെങ്കിൽ സഭ മൈനസ് പരിശുദ്ധാത്മാവ് സംഘമായിട്ട് മാറും. ഇന്ന് രാത്രി ഓർത്തോണം, ഇന്ന് ക്രിസ്തീയ പോർക്കളത്തിൽ അനേക പെന്തക്കോസ്ത് സഭകളും ഇന്ന് സംഘങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചു, നിങ്ങളുടെ കമ്മിറ്റിയിൽ ഒരാൾ അഭിഷേകം പ്രാപിച്ചുണ്ടോ? ഇല്ല. ഇന്ന് പല സഭകളും പെന്തക്കോസ്ത് എന്ന പേര് മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന് യാതൊരു സ്ഥാനമില്ലാത്ത അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവമക്കൾ ഓർക്കണം, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയോടെ ദൈവസഭ ആരംഭിച്ചെങ്കിൽ ഇന്നും ദൈവസഭയെ നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിക്ക് വേദപുസ്തകത്തിൽ പല പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു പദം ഇതിനെ അത്യന്ത ശക്തി എന്ന് വിളിക്കുന്നുണ്ട്. എങ്കിലും 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 7-ാം വാക്യം,
എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇതിന് വിളിക്കുന്ന ഒന്നാമത്തെ പേര് അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ. ഇനിയും എഫേസ്യർ 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ, അവിടെ ഉപയോഗിക്കുന്ന പദം അമിത ബലം. ഒന്നാമത് ഞാൻ പറഞ്ഞത് അത്യന്ത ശക്തി, രണ്ട് അമിത ബലം. അപ്പോസ്തലൻ 4-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞൊരു പദമുണ്ട്. അവിടെ പറയുന്ന ഒരു പദം മഹാശക്തി എന്നാണ്. ഗ്രേറ്റ് പവർ. മഹാശക്തിയോട് സുവിശേഷം പ്രസംഗിച്ചു. പരിശുദ്ധാത്മാവ് പറയുന്ന പേര് ഗ്രേറ്റ് പവർ. ഇനി നാം വായിക്കുമ്പോൾ 2 Timothy 1 അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദിവ്യ ശക്തി. ഇറ്റ് ഈസ് എ ഡിവൈൻ പവർ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ പവറാണ്. സ്തോത്രം. ഇനി വേദപുസ്തകത്തിൽ വായിച്ചു വരുമ്പോൾ നാം കാണുന്ന ഒരു പദം എന്താണെന്നറിയുമോ? റോമാലേഖനം 1:26 വായിക്കുന്നുണ്ട്, നിത്യശക്തി, ഇറ്റേണൽ പവർ. അവസാനമായിട്ട് നാം കാണുന്ന ഒരു പദം പുനരുത്ഥാനത്തിന്റെ ശക്തി. ഇറ്റ് ഈസ് എ പവർ ഓഫ് റിസറക്ഷൻ. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് ശക്തിയെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് ശക്തി എന്താണ്? വാട്ട്സ് ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്? അറിയാമല്ലോ, ശക്തി, ചില ശക്തി തിരിച്ചറിയുന്നത് there are certain power you would recognize by touching it. അതിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ അതിന് ശക്തി അറിയുന്നത്. നിങ്ങൾക്കറിയാം, തൊട്ട് നോക്കി ശക്തി അറിയുന്ന ഒന്നെന്താ അറിയുമോ? ഇലക്ട്രിസിറ്റിയാണ്. To know the power if you touch electricity. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്നോണ്ട് ഓർക്കും, ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഇലക്ട്രിസിറ്റി ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന 1.5 വോൾട്ടിന്റെ സെല്ല് കണ്ടിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന 1.5 വോൾട്ട്, അത് തൊട്ട കരണ്ടടിക്കത്തില്ല. 9 വോൾട്ടിന്റെ ബാറ്ററി ഉണ്ട്, അത് തൊട്ട കരണ്ടടിക്കത്തില്ല. 12 വോൾട്ടിന്റെ ബാറ്ററി ഉണ്ട്, കരണ്ടടിക്കത്തില്ല. 210 ഉണ്ട്, അത് കരണ്ടടിക്കത്തില്ല. എന്നാൽ ഇതിന്റെ വോൾട്ടേജ് കൂടുമ്പോൾ നീ ഒന്ന് തൊട്ട് നോക്കണം, അപ്പൊ അറിയാം ശക്തി. ദൈവസഭ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ഒരു പ്രത്യേകത, അതിന് തൊടുമ്പോൾ അതിന് ശക്തി പലപ്പോഴും അറിയുന്നു. ഞാൻ പറഞ്ഞൊരു സാരം, അതുകൊണ്ടാണ് ഇലവുക്കെവി ലൈനൊക്കെ ഒത്തിരി ഉയർത്തിക്കൂടെ വിട്ടേക്കുന്നത്. ആരും കയറി ചുമ്മാ തൊടാതിരിക്കാനാണ്. ചിലരിങ്ങനെ വിചാരിക്കും, ഞങ്ങൾ എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ പലതും ചെയ്തിട്ടുണ്ട്, ഒന്നും വരുന്നില്ലല്ലോ. ഞാനൊരു സത്യം പറയാം. പുതിയ നിയമസഭയിൽ ഒന്നാമത്തെ രക്തസാക്ഷി ഉണ്ടായത് ആരാന്നറിയുമോ? സഭയ്ക്ക് പുറത്തല്ല. ഒന്നാമത്തെ രക്തസാക്ഷി ഉണ്ടായ സഭയ്ക്ക് അകത്താണ്. ഞാൻ പറഞ്ഞത് അർത്ഥം മനസ്സിലാക്കി കാണും. നമ്മൾ സാധാരണ ചോദിക്കും, ഒന്നാമത്തെ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പേര് വരുന്ന ആരാ? സ്തെഫാനോസ. അവരാണ് ഒന്നാമത്തെ രക്തസാക്ഷി. എന്നാൽ അതിനു മുമ്പേ ഒരു മരണം നടന്നു. എവിടെയാണെന്നറിയുമോ? സഭയ്ക്കകത്ത്. അതാരാന്നറിയുമോ? അനന്യാസ് സഭയുടെ. അവരാരോട് വ്യാജം കാണിച്ചിട്ടാണെന്നോ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചപ്പോൾ ദൈവസഭ, ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, പരിശുദ്ധാത്മാവിനോട് നമുക്ക് നമ്മുടെ ഡീലിംഗ് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഹോളി സ്പിരിറ്റ്, when you talk about the Holy Spirit, be very careful. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന് നേരെ ചെയ്യരുതാത്ത പല കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, അനന്യാസ് സഭയിൽ they sinned, they lied, and they tested the Holy Spirit. പരിശുദ്ധാത്മാവിനെ പരീക്ഷിച്ചു. പരിശുദ്ധാത്മാവിനെതിരായിട്ട് കള്ളം പറഞ്ഞു, വ്യാജം പറഞ്ഞു. പരിശുദ്ധാത്മാവിനെതിരായിട്ട് അവർ പ്രവർത്തിച്ചു. ഞാൻ ഇന്ന് ആ ഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നു, അനന്യാസ് സഭയിൽ അവർ തന്നെ കൂട്ടാനും എല്ലാം വിളിച്ചു. അപ്പോസ്തലന്മാരുടെ കാലത്തിൽ കൊണ്ട് കൊടുക്കുകയാണ്. വൃദ്ധൻ ചെന്നപ്പോൾ ആദ്യം അനന്യാസ് ചെന്നു. സംഭവം അത്ര നന്നായിരുന്നില്ല. അനന്യാസ് വീണ്ടും മരിച്ചു. ഇന്നത്തെ കാലത്തെ പാസ്റ്റർമാരൊക്കെ ആണെങ്കിൽ ചില സഭകൾ വരുമ്പോൾ പറയും, അയ്യോ ഒരബദ്ധം പറ്റിപ്പോയിന്ന്
കാരണം അറിയാതെ ഞാനൊന്ന് പറഞ്ഞുപോയി. അനന്യാസ് നിന്ന് മരിച്ചുപോയി. പ്ലീസ് ഫോർഗീവ് മീ. ഈ അപ്രോച്ച് അല്ല പത്രോസ് എടുത്തത്. അനന്യാസ് മരിച്ചു, സഭയുടെ ഒറ്റ ചോദ്യം, എത്ര ചോദ്യങ്ങൾ നിലം വിട്ട്. ദൈവസഭ ദൈവമക്കൾ ഓർത്തോണം ഒരു യാഥാർത്ഥ്യം. പരിശുദ്ധാത്മാവിനോട് ഞാനും നീ വ്യാജം കാണിച്ചാൽ, പരിശുദ്ധാത്മാവിനെതിരെ നാം നീങ്ങിയാൽ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വരും. യാതൊരു സംശയവുമില്ല. ഞാൻ ഇന്നലെ ഹ്യൂസ്റ്റണിൽ കൊണ്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ചിലയിടത്ത് അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഡബിൾ ഫൈൻ സോൺ, റെഡ്യൂസ്ഡ് സ്പീഡ് ഏരിയ, സ്പീഡിംഗ് ഫൈൻ ഡബിൾഡ്. എന്താണെന്നറിയുമോ? ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്നിടത്ത് എവിടെയെങ്കിലും റോഡ് പണി നടക്കുന്നെങ്കിൽ ആ നടക്കുന്നിടത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഡബിൾ ഫൈൻ സോൺ. എന്നിട്ട് അവിടെ പറയുന്നു, വർക്കേഴ്സ് ആർ പ്രസന്റ്, ഗീവ് ദം എ ബ്രേക്ക്. ഞാൻ പറഞ്ഞെന്താണെന്നോ, ഈ പർട്ടിക്കുലർ സോണിൽ കൂടെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഓവർ സ്പീഡിൽ വിട്ടാൽ സ്പീഡിന് ഡബിൾ അപായം. കാരണം ഇവിടെ ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. ഇവര് അവരുടെ കുടുംബവും അവരുടെ വീടും വിട്ട് നിങ്ങൾക്ക് വേണ്ടി വഴിയിൽ പണി ചെയ്യുവാനായി നല്ല റോഡ് ഉണ്ടാക്കാനായിട്ട് പണിയുമ്പോൾ അവരെ കെയർ ആക്കേണ്ടത്, അവരെ കുറിച്ച് ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ഒരു ജോലിയ. ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ഫൈൻ വരും. ഞാൻ പറഞ്ഞു വരുന്ന ഒരു ആത്മീയ അർത്ഥമാണ്. അനേക ദൈവദാസന്മാര് തങ്ങളുടെ കുടുംബവും വീടും വിട്ട് കർത്താവിന് അധ്വാനിക്കുമ്പോൾ, ദൈവത്തിന് വേല ചെയ്യുമ്പോൾ അവരോട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇല്ലെങ്കിൽ ഫൈൻ ഡബിൾ ആയിരിക്കും. ദൈവത്തിലൂടെ നിൽക്കുമ്പോൾ അവര് ദൈവത്തിന്റെ അഭിഷേകന്മാരാണ്. ഇതിനേക്കാളും ഇന്ന് രാത്രി നാം ഓർക്കണം. നമുക്കൊരു പക്ഷെ തോന്നും ദൈവദാസന്മാരെ തൊട്ട് കളിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന്. എന്നാൽ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം, ദൈവദാസന്മാർ ദൈവത്തിന്റെ അഭിഷക്തന്മാരാണ്. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒന്ന് തൊടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അറിയുന്നത്. ദൈവസഭ, ദൈവമക്കൾ, നാം ദൈവത്തിലൂടെ നിൽക്കുമ്പോൾ ദൈവസഭയെ തൊട്ടുകളിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് വേദപുസ്തകത്തിൽ പല ഭാഗത്തു നിന്നിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദൈവസഭയെ തൊടുവാനായി ഹെരോദാ രാജാവ് കൈകെട്ടി. എന്ത് സംഭവിച്ചു? ഹെരോദാ രാജാവിന്റെ അവസാനം വളരെ മോശമായിട്ട് ആക്കപ്പെട്ടു. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിന്റെ സംഗതി നമ്മൾ അറിയുന്നത് ചിലപ്പോൾ തൊടുമ്പോഴായിരിക്കും. ദൈവസഭയിലെ ദൈവദാസന്മാരെ ദൈവികമായ വിഷയങ്ങളെ നാം തൊടുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അഭിഷേകത്തിൽ വെളിപ്പെട്ടു വരും. നമ്മളത് മനസ്സിലാക്കിക്കണം. ദൈവമേ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിനക്ക് വേണ്ടി ശക്തമായി നിൽക്കുവാൻ എനിക്ക് പ്രബലമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രത്യേകത എന്താണ് നമുക്കറിയാം. അപ്പോസ്തലനായ പത്രോസ് അവൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് വരെയും അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. ഓർഡിനറി മാൻ. എന്നാൽ ഇവരിൽ പരിശുദ്ധാത്മാ ആ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്, അവനൊരു ചെറിയ പ്രസംഗം ചെയ്തു. അന്ന് 3000 പേര് ദൈവകൃപയിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധാത്മാവ് ശക്തി ഇവരെ പ്രസംഗിക്കുവാനായിട്ട് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. ഇവരെ പ്രസംഗത്തിന്റെ വാക്യാലയത്തിലോ അതിനകത്തുള്ള ഘടനയിലോ അല്ല. അവൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ 3000 പേര് ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സഭയെ പറയുണ്ടായി. നിങ്ങളത് വിചാരിച്ചു നോക്കേ. അന്ന് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എഴുതി പ്രസംഗിച്ചു. ഒന്നും നടന്നില്ലെന്ന് വിചാരിച്ചു. ഒരാളും രക്ഷിക്കപ്പെട്ടില്ല. എന്ത് സംഭവിച്ചില്ല? പത്രോസ് പതുക്കെ പരിപാടി നിർത്തിയിട്ട് എല്ലാവരും അടിപൊളി വീട്ടിൽ പോയിരുന്നു. എന്നാൽ അത് വരാൻ ദൈവം സമ്മതിക്കത്തില്ല. അതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത. വേദപുസ്തകത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്. മർക്കോസ് സുവിശേഷം 16-ാമത്തെ അവസാനത്തിലാണ് യേശു പറയുന്ന ഒരു പദമുണ്ട്, go and preach.
ചെയ്യുന്നവരോ അടയാളം കൊണ്ട് ഉറപ്പിക്കും. ഇന്ന് മുതൽ ഇന്ന് സന്ധ്യയിൽ ഓർക്കണം, ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതിനെ ഉറപ്പിക്കേണ്ട ദൈവത്തിന് ഉത്തരവാദിത്വമാണ്. പൗലോസ് ഇങ്ങനെ ഒരു പദം പറയുന്നുണ്ട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. നിങ്ങൾ ഓർക്കണം, ദൈവം ആണ് വളരുമാറാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുണ്ടായി, പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം വളരുമാറാക്കി. നടുന്നതും നനയ്ക്കുന്നതും ഒന്ന് അപ്പൊല്ലോസ് നട്ടന്നിരിക്കും, പൗലോസ് നനച്ചെന്നിരിക്കും, അപ്പൊല്ലോസ് നനച്ചെന്നിരിക്കും, പൗലോസ് നട്ടെന്നിരിക്കും. ഇതൊക്കെ ആരും ചെയ്യാൻ പറ്റും. വളർത്തണ ആരെ കൊണ്ട് ഒക്കത്തുള്ളതരമോ? ദൈവത്തെ കൊണ്ട് ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, വളർത്താൻ കഴിയുന്ന ദൈവത്തെ കൊണ്ട് നടാനും നനയ്ക്കാനും പറ്റത്തില്ലേ? പറ്റും. കോടാനുകോടി നക്ഷത്രങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നുണ്ടായി, ഭൂമിയിൽ നിന്നും 93 മില്യൺ മൈൽ അകലെയാ സൂര്യൻ. From the earth, the sun is 93 million miles away. 93 million miles away ഉള്ള സൂര്യനും 225,000 മൈൽ away ഉള്ള മൂണും, ഭൂമിയുടെ 225,000 മൈൽ അകലെയാണ് ചന്ദ്രൻ. ഈ ചന്ദ്രനെയും സൂര്യൻ 93 മില്യൺ മൈൽ അകലെ കിടക്കുന്ന സൂര്യനെയും കൊണ്ടാണ് നമുക്ക് ഡേ ആൻഡ് നൈറ്റ് ദൈവം ഉണ്ടാക്കി തരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ക്യാൻ യു ഇമാജിൻ ദ നമ്പർ 93 മില്യൺ മൈൽസ് അവേ? സൂര്യൻ എന്ന് പറഞ്ഞ ഭൂമിയിൽ നിന്ന് 93 മില്യൺ മൈൽസ് അവേ കിടക്കുന്ന സൂര്യനും ഈ 2,25,000 മൈൽ അകലെ നിൽക്കുന്ന ചന്ദ്രനെയും കൊണ്ട് പകൽ ഡേ ആൻഡ് നൈറ്റ്, ക്യാൻ യു ഇമാജിൻ എ സിസ്റ്റം ലൈക്ക് ദാറ്റ്? ഇങ്ങനെ ഒരു സിസ്റ്റത്തെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ ഒക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ജനിച്ചിട്ട് 50 വർഷമായി. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഇരുട്ടുന്നുകൊണ്ട് രാവിലെ അവർ നേരം എടുക്കുന്നുണ്ട്. 3 ദിവസം ഒന്ന് ഇരുട്ടാതിരിക്കട്ടെ, നമ്മളെ കാണാൻ വരാം. എല്ലാം ഭയന്നു എന്താ സംഭവിക്കുന്നതെന്ന്. ഒരു 2 ദിവസം ഇരുട്ടാതിരിക്കട്ടെ. ഇത്ര വലിയ ദൈവം 93 മില്യൺ മൈൽ അകലെയുള്ള സൂര്യനെ കൊണ്ട് രാത്രിയും പകലും ഉണ്ടാക്കുന്ന ദൈവത്തിന്, ദൈവസഭയെ, ദൈവമക്കളെ ഇതിനെ നനയ്ക്കാനും പറ്റത്തില്ല. എന്നാൽ ഞാൻ ഒരു ആത്മീയ സത്യം പറയാൻ വേണ്ടിയാ വരുന്നത്. ദൈവസഭയിൽ നടുവാനും നനയ്ക്കുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളർത്തുന്ന ദൈവത്തിന് നടുവാനും നനയ്ക്കുവാനും കഴിയും. എന്നാൽ എന്നെയും നിന്നെയും നടുവാനും നനയ്ക്കുവാനും ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് ആത്മീയ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം. നമ്മൾ പലപ്പോഴും ആത്മീയ ശുശ്രൂഷകളെ ഘനവത്തായിട്ട് കാണത്തില്ല. Quite often we don't see it as a serious business. നിരത്തിൽ ഓർക്കണം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ശുശ്രൂഷ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധമാണ്. ദൈവമക്കളെ, അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ടച്ച് ചെയ്യാൻ, പരിശുദ്ധാത്മാവ് വളരെ സെൻസിറ്റീവ് ആണ്. പരിശുദ്ധാത്മാവിനോടുള്ള നമ്മൾ ഇടപെടലിൽ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മളെ ദൈവത്തിന്റെ ശിക്ഷ കിട്ടാത്തത് കൊണ്ട് നമ്മൾ അതിനെ വലിയ കാര്യമാക്കാറില്ല. ഞാനൊരു സത്യം പറയാം, ദൈവത്തിന്റെ ആത്മാവിന് മുമ്പിൽ നമ്മൾ എപ്പോഴും ചെയ്തു കൊടുക്കണം. ദൈവമേ, നിന്റെ മുമ്പാകെ നിൽപ്പാൻ എനിക്ക് ഒട്ടി ചെയ്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പകർന്നു നിൽക്കുമ്പോഴും ഞാൻ ഭയത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമേ, ഇത്ര ശ്രേഷ്ഠമായ ഒരു ഉത്തരവാദിത്വം, ഇത്ര ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ ദൈവനെ ഏൽപ്പിച്ചല്ലോ എന്നുള്ള വലിയ ഭയത്തോടെയാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നപ്പോൾ എന്തെല്ലാം സംഭവിച്ചു? നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ the book of Acts 1 മുതൽ 12 അധ്യായങ്ങളിൽ പത്രോസും 13 മുതൽ 22 അധ്യായങ്ങളിൽ പൗലോസുമാണ് പ്രോമിനന്റ് ഫിഗർ. ഞാൻ പറഞ്ഞതുകൂടെ പറയട്ടെ, അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 12 അധ്യായങ്ങളിൽ പത്രോസും 13 മുതൽ 22 അധ്യായങ്ങളിൽ പൗലോസുമാണ് പ്രോമിനന്റ്. എന്നാൽ ഇവരായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ പ്രോമിനന്റ് ഇവർ രണ്ടുമല്ല. ആരാധന പരിശുദ്ധാത്മാവാണ്. പത്രോസ് 1 മുതൽ 12 അധ്യായങ്ങളിൽ പത്രോസിന്റെ ശുശ്രൂഷയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി ആരാധനമോ പരിശുദ്ധാത്മാവാണ്. 13 മുതൽ 22 അധ്യായങ്ങളിൽ പൗലോസിനെ ഫോക്കസ് ചെയ്യുമ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി ആരാധനമോ അതും പരിശുദ്ധാത്മാവാണ്. ദൈവസഭ ഞാൻ നയിച്ചാലും
കിട്ടുന്നില്ല. നമ്മൾ ഓർക്കണം, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലായിരുന്നു. എന്താണ് കാണുന്നത്? 3000 പേര് രക്ഷിക്കപ്പെട്ട 2-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിൽ സുനാമന ദേവാലയ ഗോപുരത്തിന് വാതിൽ കേൾക്കുന്നവൻ മുടന്തൻ സൗഖ്യമാകുന്നു. ഓരോ അധ്യായങ്ങൾ നിങ്ങൾ എടുത്തു വായില് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവേ, നിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടട്ടെ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ അതിന് ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹം ഉണ്ടാകുവാൻ ദൈവം ഇടവരുത്തും. പരിശുദ്ധാത്മാവ് ഏതെല്ലാം റോളിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ അല്ലെങ്കിൽ സഭയുടെ ഒന്നാമത്തെ ആരംഭ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ നിയന്ത്രണ. ഇന്നും 20 നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും സഭയുടെ കൺട്രോൾ ആരുടെ കയ്യിലാണല്ലോ? ദൈവത്തിന്റെ കയ്യിലാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ അപ്പോസ്തല പ്രവൃത്തിയിലെ ചില കാര്യങ്ങൾ പറയട്ടെ ഞാൻ ലോകത്തിൽ. ഒരിക്കൽ പത്രോസ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, പരിശുദ്ധാത്മ നിറവുള്ള പത്രോസ് നടന്നു പോകുമ്പോൾ അവന് നിഴലടിച്ചിട്ട് ആർക്ക് സൗഖ്യമുണ്ടായി? രോഗികൾക്ക് സൗഖ്യമുണ്ടായി. പരിശുദ്ധാത്മാവ് ഉള്ള ഒരുവന്റെ നിഴലിന് അത്രയും വിലയുണ്ടെങ്കിൽ, അത്രയും പവർ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് എത്ര ശക്തിയുണ്ട്! ഹല്ലേലൂയ! ദൈവസഭയെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സൗഖ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ വെല്ലുവാൻ ലോകത്തിൽ ഒരു ശക്തിയുമില്ല. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവിന്റെ ശക്തി ശ്രേഷ്ഠമായ ദൈവസഭയെ പണിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവ് സഭയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ വലിയ അത്ഭുതത്തിന്റെ ശുശ്രൂഷകൾ ദൈവസഭയിൽ നടക്കുന്നത് കാണുവാൻ സാധിക്കും. ഞാൻ വേഗത്തിന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ലിബിദാസ ശുശ്രൂഷിപ്പാറുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് ചെയ്ത 5-8 കാര്യങ്ങളുണ്ട്. അതെല്ലാം ചുരുക്കിയ ശേഷം ഒന്നുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. പരിശുദ്ധാത്മാവ് ചെയ്ത വേറെ ഒരു കാര്യം, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസിനെ ദൈവം കൊണ്ടുപോയി. ദൈവത്തിന് ദൂതൻ വന്ന ശേഷം ഫിലിപ്പോസിനോട് പറഞ്ഞു, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാം. അവൻ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് ചെല്ലുമ്പോൾ അവൻ ഷങ്ങനെ കാണുന്നു. ചരിത്രം അറിയാവുന്ന വേഗത്തിൽ ഞാൻ പറഞ്ഞു പിടിക്കാം. അവൻ അവനോട് സുവിശേഷം പറഞ്ഞു. ചെറിയ അവൻ ചോദിക്കണം, ഇതാ വെള്ളം. ഇന്നത്തെ കാലത്തെ പാസ്റ്റർമാരാണ് എന്നെ അങ്ങോട്ട് ചോദിക്കും, ഈ സുവിശേഷം കണ്ടാൽ വെള്ളം ഒഴിക്കാൻ വെള്ളം കിടക്കുന്നു, സ്ഥാനപ്പെടുന്ന കിടക്കുന്നു. ഇത് തിരിച്ചാ ഇവന് അങ്ങോട്ട് പറയും, ഇതാ വെള്ളം സ്ഥാനപ്പെടുന്നത് വിരോധമുണ്ടോ? ഓക്കെ സ്ഥാനപ്പെടുത്തും. ഇവൻ കയറി കഴിഞ്ഞപ്പോൾ ഇവൻ ആരെടുത്തോണ്ട് പോയി അറിയുമോ? ദൈവത്തിന്റെ ആത്മാവ് എടുത്തോണ്ട് പോയി. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നവര് 2 വാക്കുകൾ ആർക്കും മനസ്സിലാകാത്ത വാക്ക് പറഞ്ഞിരിക്കുന്നതല്ല. ഞാൻ വിചാരിക്കുന്ന ലോകത്തിൽ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറിയ മനുഷ്യൻ ആരാന്നറിയുമോ? അതാരാന്ന് ചോദിച്ചാൽ ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പിന്റെ ചരിത്രം അവസാനിക്കുന്നത് വേദപുസ്തക ഭാഷയിൽ ആത്മാവ് അവരെ എടുത്തോണ്ട് പോയതോടാണ്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ഭൂമിയിൽ എന്റെ ജീവിതത്തിന്റെ ചരിത്രം അവസാനിക്കുന്ന ആത്മാവിനെ എടുത്തോണ്ട് പോകുമ്പോഴായിരിക്കണം. ഹല്ലേലൂയ! പിന്നെ ഫിലിപ്പോസിനെ കൊണ്ട് പിന്നൊന്നും കാണാനില്ല. ദൈവമക്കളെ, ഈ ഭൂമി വിട്ടു പോകണമെങ്കിൽ ശാസ്ത്രം അനുസരിച്ച് according to the science there is a term called in physics we call escape velocity. If people want to leave this world, you know, United States we have a lot of kind of space shuttle rockets. Couple of months back I visited NASA and I saw an Apollo which was sent to moon in 1969. മനുഷ്യനോട് പറഞ്ഞു, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ 1 സെക്കൻഡിൽ 6000 ഗ്യാലൻ പെട്രോൾ കത്തിക്കുന്നു. ഈ റോക്കറ്റ് ഭൂമി വിട്ടു പോകണമെങ്കിൽ just I'm coming with a number here. In order
to this rocket to leave this earth. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു കല്ല് മേളിലോട്ട് എറിയും. അതെന്ത് ചെയ്യും? കുറച്ച് മേളിലോട്ട് വെച്ച് അവിടെ പോയി. സത്യമല്ലേ? Just throw a stone in there, goes up and come down. ഞാൻ എല്ലാം കൂടെ സംഗതിയിൽ എറിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ചുകൂടെ മേളിൽ എന്നിട്ട് അത് അവിടെ പോയി. എന്നാൽ ഒരു സാധനം ഈ ഭൂമി വിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു വരാതെ മുകളിലോട്ട് പോകണമെങ്കിൽ അതിന് കൊടുക്കുന്ന വെലോസിറ്റിക്കാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. Escape velocity is the velocity at which you need to send out something so that it won't come back. ശാസ്ത്രത്തിൽ അതിനെ കണ്ടുപിടിച്ചിരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 7 മൈൽസ് പെർ സെക്കൻഡ്. 7 മൈൽ ഒരു സെക്കൻഡിൽ പോയെങ്കിലേ ഒരു സാധനം മേലോട്ട് പോയി താഴെ വരാതിരിക്കത്തില്ല. ഇല്ലെങ്കിൽ കുറച്ച് വെച്ചിട്ട് പോരും. 7 miles per second or 25,000 miles per hour. ഒരു സെക്കൻഡിൽ 7 മൈൽ പോകണം, അല്ലെങ്കിൽ 25,000 മൈൽ ഒരു സെക്കൻഡിൽ ഒരു മണിക്കൂറിൽ പോകുന്ന വെലോസിറ്റിയിൽ വിട്ടെങ്കിലേക്ക് ഭൂമി വിട്ട് പോകത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് അറിയാമോ? പരിശുദ്ധാത്മാവ് ഒരാളെ അല്ല ഈ ഭൂമിയിൽ കൊണ്ടുപോകാൻ പോകുന്നത്, ദൈവസഭയെ മുഴുവനും കൂടെ. എനിക്കറിയാം ദൈവത്തിന് ഇതൊന്നും വിഷയവുമല്ല, അത് ഞാൻ പറയാൻ പോവുക. നമ്മുടെ സയൻസിന് എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ദൈവത്തിന് വിഷയമല്ല. ഞാനൊരു തെളിവാണ്. 7 മൈൽ പെർ സെക്കൻഡിൽ ഒരു സാധനം മുകളിലോട്ട് പോയാൽ നമ്മുടെ കണ്ണിന് കാണത്തില്ല. ഇങ്ങനെ പോകുന്നത് കാണാം, അങ്ങനെ പോയി കഴിയും. അത്ര ഉള്ള റോക്കറ്റിന്റെ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ അവർ കാണെ അവൻ മേഘത്തിൽ മറഞ്ഞു എന്ന് പറഞ്ഞാൽ അവനെ പോകാൻ ഈ വെലോസിറ്റി ഒന്നുമാണ്. ഞാൻ പറയുക, ഈ 7 മൈൽ പെർ സെക്കൻഡ് ആണെങ്കിൽ നോക്കുന്ന മുമ്പ് 7 മൈൽ ചെല്ലും, നമുക്ക് കാണാനൊക്കത്തില്ല. എന്നാൽ യേശു മുകളിലേക്ക് പോകുന്നത് ശിഷ്യന്മാർ നോക്കി നിൽക്കെ അവർ കാണുകയാണ് മേഘം മറയുന്നത് വരെ. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഹ്യൂസ്റ്റണിൽ, ഞാൻ ഹ്യൂസ്റ്റണിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. ഹ്യൂസ്റ്റണിൽ നാസയുണ്ട്. യു നോ നാസ? നാസ ഒത്തിരി പേരെ ചന്ദ്രനിൽ എത്തിച്ചിട്ടുണ്ട്, 69 ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എനിക്കാരും ചന്ദ്രനിൽ എത്തിക്കാൻ പറ്റില്ല, ചിലരെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം. അതിന് ഞാൻ ചില വർഷങ്ങൾ ഒരു കുട്ടയിൽ ശുശ്രൂഷയല്ല, മറ്റൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ചിലരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. ചന്ദ്രനിലോട്ട് നാസക്കാർ വിട്ടിട്ടുണ്ട്, കൂശക്കാർ വിട്ടിട്ടുണ്ട്. ഇതിൽ അതിനപ്പുറത്ത് നിങ്ങൾക്കറിയാം, യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ മേഘത്തിൽ മറയുന്നത് വരെയൊക്കെ കണ്ടു. ഏലിയാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി വേറെ ഒരു ടൈപ്പാണ്. നിങ്ങൾക്കറിയാം, ഏലിയാവിനെ സ്വർഗത്തിൽ കൊണ്ടുമ്പോൾ അഗ്നിരഥവും അഗ്നിവശവും വന്ന് അവരെ തമ്മിൽ വേർതിരിച്ചു. അവരെ എന്ത് ചെയ്തു? ചുഴലിക്കാറ്റ് സ്വർഗത്തിൽ. ദൈവത്തിന് ഒരു പരിപാടിയല്ല, ദൈവത്തിന് അനേകം മാർഗങ്ങളുണ്ട്. ഇത് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവസഭ ചേർക്കപ്പെടാനുള്ള ദിവസം അടുത്തു. ഞാനൊരു സത്യം പറയുക, നമ്മളെ ഇന്നും അന്യോന്യം പോരിനും വിളിച്ച് അന്യോന്യം കാര്യങ്ങളും അവനേക്കാൾ മിടുക്കനാകാൻ വേണ്ടി നടക്കരുത്.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു, അതോടെ പറഞ്ഞ് ഞാൻ നിർത്തുക. എന്താ അറിയുമോ, പെൻസിൽവാനിയയിൽ ഒരു സംഭവം നടന്നു. എന്താ അറിയുമോ, ഒരു 2 യൗവനക്കാരൻ ഒരു ബ്രിഡ്ജ് I-85 മണ്ടയിൽ വെച്ച് വലിയൊരു പാറ താഴോട്ട് കണ്ടു. ഒരു ബ്രിഡ്ജിന്റെ മണ്ടയിൽ ഒരു പാറ താഴോട്ടിട്ടു. ഒരു സ്കൂൾ ടീച്ചർ അതിനെ കൊണ്ട് വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. ആ പാറ ചെന്ന് ആ കാറിന്റെ ചില്ലിൽ വെച്ചു. ആ ഗ്ലാസ് പൊട്ടിച്ച് അവരുടെ തലയിൽ ചെന്നു. ഒരു കണ്ണും പോയി, ഒരു തലയ്ക്ക് നീരും വെച്ച് അവർ ഹോസ്പിറ്റലായിരിക്കുന്നു. ഞാൻ ആ വാർത്ത വായിച്ചു. ഞാൻ എൻ്റെ സമയം പറയുകയുണ്ടായി. ആ പിള്ളേർ തമാശിക്കുന്ന 2 ടീനേജേഴ്സ് പത്രത്തിൽ ഒരു വാർത്തയായിരുന്നു. അവരൊരു രോഗം ചെയ്ത, പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് വരുമോ, നിത്യമായ ഒരു കേട് സംഭവിച്ചു. പലപ്പോഴും നമ്മളും പലയിടങ്ങളിൽ ഇങ്ങനെ പല റോക്കുകൾ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. സത്യമല്ലേ? സത്യമല്ലേ? അനേകരെ നശിപ്പിക്കാൻ വേണ്ടി, അനേകരെ ഒതുക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. ദൈവസഭയെ ഞാൻ വളരെ ശ്രദ്ധയോടെ പറയാം, ഇതിനെല്ലാം വലിയ റീസൺസ് ഉണ്ട്. ഇതെല്ലാം ദൈവസഭയിൽ ദൈവം കണക്കെടുക്കുന്ന ദിവസമുണ്ട്. ഞാനൊരു സത്യം പറയാം, എന്റെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് ഒരൊറ്റ ജീവിതം പോലും നശിക്കുവാൻ, ഒറ്റപ്പെടുവാൻ നാം അനുവദിക്കരുത്. നമ്മൾ പക്ഷേ എവിടെയെങ്കിലും പറഞ്ഞത് ഒരു വാക്കായിരിക്കും ഒരുവനെ മുറിപ്പെടുത്തുന്നത്. അതിന് നമ്മൾ ഒരുമ്പെടരുത്. കാരണം ഇതിനെല്ലാം കണക്ക് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ശ്രമിക്കുന്ന ദൈവഭാഗം നീതിയോടെ വിശുദ്ധിയോടെ അന്ത്യം വരെ നിൽക്കണം. ഹല്ലേലൂയ. ഇതുപോലെ ഇന്ന് സന്ധ്യ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തു പതുക്കെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. മേഘം മൂടിയിട്ട് കാണാൻ പറ്റില്ല. ഏലിയാവിനെ ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നാം വായിച്ചു, ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് എവിടെ കൊണ്ടുപോയി? അസ്തോദിൽ കൊണ്ടുപോയി. ഇനി ദൈവസഭ നമുക്കുണ്ടാകാൻ പോകുന്ന വലിയൊരു വ്യത്യാസമാണ്. എന്താ പറയുമോ, ഈ പുനരുത്ഥാന ശക്തി നമ്മൾ വ്യാപരിക്കും. 3-ാം വാക്യം അവിടെ പറയാണ്, ഈ ബലഹീനമായ ശരീരം, ഈ മർത്യമായ ശരീരം എന്തായിട്ട് മാറുന്നതിനോ ദൈവ സ്വഭാവമുള്ള സ്വാധീനമായിട്ട് മാറും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇന്ന് രാത്രി നമുക്ക് ദൈവസഭയെ പറയാം, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി സാധാരണ ഒരു പവറല്ല. ഇത് നിന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടെത്തിക്കുന്ന ശക്തിയാണ്. ഒരിക്കൽ ഭൂമിയിലെ കിഴങ്ങുള്ള പരിശുദ്ധാത്മാവ്, ഞാൻ വാക്കുകൾ ചുരുക്കിയാണ്. അപ്പോസ്തലപ്രവൃത്തി 2 പ്രാവശ്യം പെന്തക്കോസ്ത് എന്നുള്ള പദം കാണാം. എന്റെ ചിന്തയിൽ ഞാൻ പഠിച്ചതിൽ ഇനി അത് കൂടുതലുണ്ടോ ഞാൻ അനലൈസ് ചെയ്തുകൊണ്ട് 2 പ്രാവശ്യം കണ്ടു. ഒന്നാമത്തേത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലും, രണ്ടാമത്തേത് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിലും. 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ എന്ത് വരുമോ, പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുണ്ടായി. 2-ാമത്തെ അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, പെന്തക്കോസ്ത് നാളാകുമ്പോഴത്തേക്ക് എവിടെ ചെല്ലണം? യെരൂശലേമിൽ ചെല്ലണം. ദൈവസഭയിൽ പരിശുദ്ധാത്മാഭിഷേകം ഒരു കാലത്ത് നമ്മൾ പ്രാപിച്ചു. നമുക്കൊരു ആഗ്രഹമുണ്ട്. എന്താ പറയുമോ, ഈ ഒരു പെന്തക്കോസ്ത് നാളുണ്ട്, അത് നമുക്ക് സ്വർഗ്ഗീയ യെരൂശലേമിൽ എത്തണം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേൽക്കാം. ഇന്ന് രാത്രിയിൽ ദൈവാലയത്തിലുണ്ടാകും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ആ അഭിഷേകത്തെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി എന്റെ മേൽ പകരപ്പെടട്ടെ. ഹല്ലേലൂയ. അസ്തോദിലേക്ക് കടന്നുപോയ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോയ ഫിലിപ്പോസിനെ പോലെ ദൈവത്തിന്റെ ശക്തമായ ഒരു അനുഭവത്തിൽ നിൽക്കാൻ ദൈവം കൃപ തരുവാനായി നമുക്ക് ഏൽപ്പിച്ചുകൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേക്ക് വേണ്ടി ശക്തമായ ശുശ്രൂഷ ചെയ്യുവാൻ, ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുവാൻ കൃപ ചെയ്യണം കർത്താവേ. അനേക രോഗികളെ സൗഖ്യമാക്കിയ പരിശുദ്ധാത്മാവേ, ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി അസ്തോദിൽ വെച്ചതുപോലെ ദൈവമേ, നീ ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന വിധത്തിനായി സ്തുതിക്കുന്നു. രോഗികളായിട്ട് കടന്നു വന്നിരിക്കുന്നെങ്കിൽ അവരുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവിന്, എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും പ്രത്യേക വന്ദനം. ദൈവം ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ